കേരള സംസ്ഥാന റോഡ് ഗതാഗത വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് 1938 ഫെബ്രുവരി മാസം 20-നായിരുന്നു. അന്ന് ഇതിന്റെ പേര് തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്നായിരുന്നു. കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വർഷങ്ങൾക്ക് മുമ്പാണ് കോർപ്പറേഷന്റെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത്. അന്നത്തെ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ നേതൃത്വത്തിലാണ് ഇതിന് ആരംഭം കുറിച്ചത്. അന്നത്തെ ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡിന്റെ അസിസ്റ്റന്റ് ഓപ്പറേറ്റിംഗ് സൂപ്രണ്ട് ആയിരുന്ന E.G. സാൾട്ടറുടെ മേൽനോട്ടത്തിലാണ് ഇതിനൊരു ആരംഭം കുറിച്ചത്. ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന 60 കോമർ PNF 3 ചേസിൽ നിന്നാണ് ആദ്യത്തെ ബസ് നിർമ്മിച്ചതും അതുപോലെ തിരുവിതാംകൂറിന്റെ എംബളം പതിച്ച് ആദ്യത്തെ ബസ് നിരത്തിലിറങ്ങുന്നതും. എംബളത്തിന്റെ വശങ്ങളിലായി 2 ആനകൾ നിൽക്കുന്ന പടം കൂടി ഉൾപ്പെടുത്തിയതുകൊണ്ട് തുടർന്ന് ഇതിനെ ആനവണ്ടി എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. അന്ന് ഇറക്കുമതി ചെയ്ത 60 കോമർ ചേസിൽ പെർക്കിൻസ് ലിങ്ക് ഡീസൽ എഞ്ചിനുകൾ ഘടിപ്പിച്ച് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം പ്രാദേശിക മരങ്ങൾ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. സാൾട്ടറുടെ മേൽനോട്ടത്തിൽ അന്നത്തെ ബസ് ബോഡി ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരാണ് ഇത് പൂർണ്ണമായും നിർമ്മിച്ചത്. ആദ്യകാലങ്ങളിൽ ബോഡി നിർമ്മാണങ്ങളെല്ലാം നടത്തിയിരുന്നത് ചക്കായിലായിരുന്നു. പിന്നീടത് പാപ്പനംകോടിലേക്ക് മാറ്റി. അങ്ങനെ 1938 ഫെബ്രുവരി മാസം 20-ന് അന്നത്തെ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെയും ഏതാനും വിശിഷ്ട വ്യക്തികളുടെയും നേതൃത്വത്തിൽ കാവടിയാർ സ്ക്വയറിലേക്കുള്ള മെയിൻ റോഡിലൂടെ ആദ്യത്തെ ബസ് യാത്ര നടത്തി. സാൾട്ടർ ആയിരുന്നു അന്ന് ആ ബസ് ഓടിച്ചത്. കൂടാതെ 33 ബസ്സുകളുടെ ഒരു കൂട്ടവും വലിയൊരു ജനാവലിയും അതിനോടൊപ്പം പങ്കുചേർന്നു. ഉദ്ഘാടന യാത്രകൾക്ക് ശേഷം ഫെബ്രുവരി മാസം 21-ാം തീയതി ആയിരുന്നു ആദ്യത്തെ സർവീസ് ആരംഭിച്ചത്. അത് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി വരെയായിരുന്നു. ആദ്യകാല ബസ്സുകളിൽ 23 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 10 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ഇതിനോടൊപ്പം പാഴ്സൽ സർവീസുകളും ആരംഭിച്ചിരുന്നു. അന്ന് TSTD സർവീസ് നടത്തിയിരുന്ന 3 റൂട്ടുകളായിരുന്നു. തിരുവനന്തപുരം മുതൽ നാഗർകോവിൽ വരെയും, നാഗർകോവിൽ നിന്ന് കന്യാകുമാരി വരെയും, അതുപോലെ നാഗർകോവിൽ നിന്ന് കൊളച്ചൽ എന്നീ 3 റൂട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. 39 ബസ്സുകളുമായി സർവീസ് ആരംഭിക്കുകയും തുടർന്ന് 1949-ൽ കൊച്ചിയിലേക്കും അതുപോലെ 1956-ൽ മലബാർ മേഖലകളിലേക്കും സർവീസ് വ്യാപിപ്പിച്ചു. ഇന്ന് കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും KSRTC സർവീസ് നടത്തുന്നുണ്ട്. ഇനി നമുക്ക് KSRTC എങ്ങനെ രൂപീകൃതമായി എന്ന് നോക്കാം. 1956 നവംബർ 1-ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിച്ചാണ് കേരളമെന്ന സ്റ്റേറ്റ് രൂപീകൃതമാകുന്നത്. എന്നാൽ ഇതിനൊക്കെ മുന്നേ തന്നെ 1950-ൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നു. എന്നാൽ ഇതിനുശേഷം 1965 മാർച്ച് 15-ന് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരള സർക്കാർ സ്ഥാപിച്ചു. തുടർന്ന് 1965 ഏപ്രിൽ 1-ന് ഗതാഗത വകുപ്പ് ഒരു സ്വയം ഭരണ കോർപ്പറേഷനായി മാറുകയും ചെയ്തു. അക്കാലത്ത് 661 ബസ് റൂട്ടുകളും 36 ലോറി റൂട്ടുകളും ഉണ്ടായിരുന്നു. അതുപോലെ കോർപ്പറേഷന്റെ വാഹന വ്യൂഹങ്ങളിൽ 901 ബസ്സുകളും 51 ലോറികളും 21 മറ്റു വാഹനങ്ങളും ഉണ്ടായിരുന്നു. അക്കാലത്തെ KLX രജിസ്ട്രേഷൻ സീരീസ് എല്ലാം തന്നെ KSRTCക്കായി മാറ്റിവെച്ചവയായിരുന്നു. എന്നാൽ 1981 ജൂലൈ 1-ന് ഇതിനൊരു മാറ്റം വരുത്തി. KSRTC രജിസ്ട്രേഷൻ സീരീസ് എല്ലാം തന്നെ KL15 എന്ന രജിസ്ട്രേഷൻ കീഴിലാക്കി. അത് തിരുവനന്തപുരത്തുള്ള ഒരു പ്രത്യേക RTOയുടെ കീഴിലുമാക്കുകയും ചെയ്തു. 2024 ലഭിച്ച കണക്ക് പ്രകാരം ഇപ്പോൾ KSRTCയിൽ 5523 ബസ്സുകൾ ഉള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ 444 സ്വിഫ്റ്റ് ബസ്സുകളും ഉൾപ്പെടുന്നു. പഴയ ഡേറ്റ പ്രകാരമാണെങ്കിൽ 4000-നും 5600-നും ഇടയ്ക്ക് ബസ്സുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും ഇതിൽ ചിലതെല്ലാം 15 വർഷത്തിന് മേലെ പഴക്കമുള്ളവയാണ്. ഇതിൽ 2300 ബസ്സുകൾക്ക് പൂർണ്ണ ഇൻഷുറൻസും 1902 ബസ്സുകൾക്ക് തേർഡ് പാർട്ടി കവറേജുമാണ് ഉള്ളത്. KSRTC ബസ് സർവീസുകൾ പ്രധാനമായും 3 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രീമിയം AC സേവനങ്ങളെന്നും, അതുപോലെ രണ്ടാമത്തെ എക്സ്പ്രസ് ദീർഘദൂരം എന്ന പേരിലും, മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് സേവനങ്ങൾ എന്ന പേരിലുമാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ ബൈ.